Good afternoon. Good afternoon, ma'am. Okay. Good evening, ma'am. ഞാൻ പറഞ്ഞ കേട്ടിട്ടില്ല അതുകൊണ്ട്. Okay. അബ്ദുൾ സമദ് എന്നാണ് പേര്. ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മ്യൂട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ ക്ലാസ്? കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ പണിമുടക്കായിട്ട്? എല്ലാവരും വീട്ടിൽ തന്നെയായിരുന്നല്ലോ അല്ലെ? ബോറടിച്ചോ? നല്ല പണിയായിരിക്കും അല്ലെ? എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞങ്ങൾക്ക് ഇവിടെ വർക്കിംഗ് ആയിരുന്നു, ക്ലാസ് എടുക്കേണ്ടി വരുന്നില്ല എന്ന് മാത്രം. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. വായിച്ചു നോക്കിയോ? കഴിഞ്ഞ ദിവസം എടുത്ത ബാങ്കിലൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? പെരിറ്റോണിയൽ ഡയാലിസിസ് വരെയാണ് നമ്മൾ പറഞ്ഞു ടെസ്റ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ, അത്രയും ബാങ്കിലൊക്കെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ ഓക്കെ. ബിന്ദുജ, ഗുഡ് ആഫ്റ്റർനൂൺ. തുടങ്ങാം അല്ലെ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ? എല്ലാവരും റെഡി അല്ലേ? ശരി, അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഹീമോഡയാലിസിസ് പഠിച്ചു കഴിഞ്ഞു, പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് അല്ലെ? പെരിറ്റോണിയൽ ഡയാലിസിസ് തന്നെ 3 ടൈപ്പുകൾ ഉണ്ട് അല്ലെ? 3 ടൈപ്പുകൾ തന്നെയുണ്ട് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഒന്ന് എന്താണ്? CAPD അല്ലെ? കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. രണ്ടാമത്തത് CCPD അല്ലെ? കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. തേർഡ് വൺ എന്താണ്? ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അത് നമുക്ക് പറയാനുണ്ട്. ബാക്കി രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. CAPDയുടെ പ്രത്യേകത എന്തായിരുന്നു? അതിന് മെഷീൻ എന്താണ് ആവശ്യമുണ്ടോ? മെഷീൻ ആവശ്യമില്ല അല്ലെ? CAPDക്ക് എന്ത് വേണ്ട? does not need a machine. മെഷീൻ അവിടെ ആവശ്യമില്ല. അതുപോലെ പേഷ്യന്റ് ഉണർന്നിരിക്കുന്ന സമയങ്ങളിലാണ് അവിടെ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്. അതാണ് CAPDയുടെ പ്രത്യേകത. അതിന് എന്ത് വേണ്ട? മെഷീൻ ആവശ്യമില്ല. അതേസമയം നമ്മൾ രണ്ടാമത് പറഞ്ഞത് CCPD ആണ്, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതിന്റെ എല്ലാത്തിന്റെ ഫുൾ ഫോമുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, പേജ് നമ്പർ 48 കേട്ടോ. 48 ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഇതിന് എന്ത് ആവശ്യമാണ്? മെഷീൻ ആവശ്യമാണ് അല്ലെ? മെഷീൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡയാലിസിസ് നമ്മൾ ചെയ്ത രോഗി ഉറങ്ങുന്ന സമയത്താണ് അല്ലെ? This type of dialysis is performed automatically when the patient is sleeping. ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പേഷ്യന്റ് ഉറങ്ങുന്ന സമയത്താണ് ഈ ഒരു ഡയാലിസിസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് CCPDയുടെ പ്രത്യേകത. ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ചെയ്യുന്നത് ഏതാ? അത് CAPD അല്ലെ? അതുപോലെ മെഷീൻ വേണ്ടാത്തത് ഏതാണ്? CAPD. മെഷീൻ ആവശ്യമുള്ളത് ഏതാണ്? CCPD. രോഗി ഉറങ്ങുന്ന സമയത്ത് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതാണ്? അത് CCPD കേട്ടോ. മാറിപ്പോകരുത്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സുകളാണ് കേട്ടോ. അടുത്തത് മൂന്നാമത്തെയാണ് എന്ത്? ഇന്റർമീഡിയന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ IPD എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം കേട്ടോ. ഇന്റർമീഡിയന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇന്റർമീഡിയന്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് നമ്മൾ ചെയ്യില്ലേ, ഇതാണ് ഇന്റർമീഡിയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, യൂസസ് ദി സെയിം ടൈപ്പ് ഓഫ് മെഷീൻ as CCPD കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, CCPDയിൽ ഉപയോഗിക്കുന്ന അതേ മെഷീൻ തന്നെയാണ് നമ്മളിവിടെ ഇന്റർമീഡിയന്റ് പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെഷീൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ.
ബട്ട് ട്രീറ്റ്മെന്റ്സ് വിൽ ബി ലോങ്ങർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ പ്രത്യേകത എന്താണ്? ട്രീറ്റ്മെന്റ്സ് വിൽ ബി ലോങ്ങർ ആയിരിക്കും അല്ലെ. ഇവിടെ ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? ലോങ്ങർ ആയിരിക്കും. ഓക്കെ. പിന്നെന്താണ്? IPD can be done at home, but it is usually in the hospital. നമുക്ക് ഈ IPD അത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ കോമൺ ആയിട്ട് എവിടെയാണത്? യൂഷ്വലി എവിടെയാണത് ചെയ്യാറുള്ളത്? ഹോസ്പിറ്റലിലാണത് ചെയ്യാറുള്ളത്. കിട്ടിയോ? അപ്പൊ 3 ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് നമ്മൾ പഠിച്ചത്. ആദ്യം തന്നെ എല്ലാത്തിന്റെ ഫുൾ ഫോം പഠിച്ചിരിക്കാം കേട്ടോ. CAPD, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. രണ്ടാമത്തത് CCPD, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. IPD എന്ന് പറയുമ്പോൾ ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അങ്ങനെ 3 ടൈപ്പ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. CAPDയുടെ പ്രത്യേകത, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ മെഷീൻ അവിടെ ആവശ്യമില്ല. രോഗി എന്താണ്? ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ചെയ്യുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് CAPD എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ ഒരു എളുപ്പമുണ്ട്. ഞാൻ അതാ പറഞ്ഞത് കഴിഞ്ഞ ദിവസം. നമ്മളെ ആംബുലേറ്ററി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? സഞ്ചരിക്കാവുന്നത്, നടക്കാവുന്നത്, നീങ്ങാവുന്നത് എന്നൊക്കെയുള്ള അർത്ഥം. നമ്മളിപ്പോ ഒരു മെഷീനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് കുറെ പരിമിതികൾ ഉണ്ടാവും. ശരിയല്ലേ? നമ്മളിപ്പോ ഒരു മെഷീനായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്? നമുക്ക് അവിടെ വിട്ട് നീങ്ങാൻ പറ്റില്ല അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങാനും മറ്റൊന്നും പറ്റില്ല. പിന്നെ ആംബുലേറ്ററി ആണ്, നമുക്ക് നടക്കാൻ പറ്റും, നീങ്ങാൻ പറ്റും, സഞ്ചരിക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും എന്ത് വേണ്ട അവിടെ? മെഷീൻ വേണ്ട. പിന്നെ ഉണർന്നിരിക്കുന്ന സമയം ആലോചിച്ച് നോക്കി. നമ്മൾ ഉണർന്നിരിക്കുന്ന സമയങ്ങളിലാണ് നമുക്ക് കൂടുതലും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ. പകൽ സമയം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഉണർന്നിരിക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസും മറ്റുമൊക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാൻ പറ്റൂ കേട്ടോ. CCPD എന്ന് പറയുമ്പോൾ രോഗി ഉറങ്ങുന്ന സമയത്ത് ചെയ്യുന്നതാണ്. അതിന് എന്ത് ആവശ്യമാണ്? മെഷീൻ ആവശ്യമാണ് കേട്ടോ. ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് മെഷീൻ ആവശ്യമാണ്. ഇവിടെ ട്രീറ്റ്മെന്റ് കുറച്ചുകൂടെ ലോങ്ങർ ആയിരിക്കും. ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ യൂഷ്വലി എവിടെ അത് പൊതുവെ ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ഹോസ്പിറ്റലിലാണ്. കാരണം ഇന്റർമിറ്റന്റ് ആയിട്ട് ചെയ്യുന്നത് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും പോയിന്റ്സുകൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് the supplies and equipment needed, duration of each treatment, also known as an exchange. കണ്ടോ? നമ്മളൊരു വാക്ക് പറഞ്ഞു, എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ അവിടെ എക്സ്ചേഞ്ച് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നു, കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അത് ഡ്രെയിൻ ചെയ്ത് കളയുന്നു, അഗെയിൻ നമ്മൾ വീണ്ടും ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നു, ഡ്രെയിൻ ചെയ്ത് കളയുന്നു. അപ്പൊ എന്താണ്? ഓരോരോ എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നു the supplies and equipment needed and duration of each treatment, that also known as exchange, and number of treatments per day will differ depending on the type of PD. എന്താണ്? IPD ഉണർന്നിരിക്കുമ്പോഴാണോ ചെയ്യുന്നത്? അതെ കേട്ടോ. ഇന്റർമീഡിയന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണർന്നിരിക്കുമ്പോൾ തന്നെയാണ് ചെയ്യുന്നത്. അത് പ്രത്യേകം അവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ നോക്കാം. The number of treatments per day, that will differ depending on the type of PD you are using and your medical condition. Okay, അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? നമുക്ക് ഈ എന്തൊക്കെ എക്യുപ്മെന്റ്സുകളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്, അതുപോലെ ഓരോ ട്രീറ്റ്മെന്റിനും എടുക്കുന്ന ആ ഒരു ഡ്യൂറേഷൻ, അതുപോലെ പെർ ഡേ ഒരു ദിവസം എത്ര എക്സ്ചേഞ്ചസുകൾ നടത്തണം, എത്ര ട്രീറ്റ്മെന്റുകൾ നടത്തണം, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? Depending on the type of PD you are using and your medical condition. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അതായത് ഏത് ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് ചെയ്യുന്നത്, അതുപോലെ ആ രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ, ഈ രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്തൊക്കെ എക്യുപ്മെന്റുകളാണ് ആവശ്യമായിട്ടുള്ളത്, അതുപോലെ ട്രീറ്റ്മെന്റിന് എത്ര സമയം എടുക്കും, എത്ര തവണ ഒരു ദിവസം എക്സ്ചേഞ്ചസ് നടത്തണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് എന്തിനനുസരിച്ചിട്ടാണ്? ഏത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ, ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പൊ CAPD ആണ് ചെയ്യുന്നതെങ്കിൽ അതിന് എന്ത് വേണ്ട? മെഷീൻ ആവശ്യമില്ല അല്ലെ. അതേസമയം CCPD-യോ IPD-യോ ആണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മെഷീൻ ആവശ്യം വരും അല്ലെ. അതുപോലെ തന്നെ ഡ്യൂറേഷനെ പറ്റി പറയുന്നുണ്ട്. IPD ആണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും
അല്ലെ? അതുപോലെ ഒരു ദിവസം എത്ര തവണ എക്സ്ചേഞ്ച് നടത്തണം, അത് ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക, അല്ലെ? ഇപ്പൊ ചിലപ്പോൾ രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ ഫ്ലൂയിഡ് ശരീരത്തിലെ ബോഡി വെയിറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ എമൗണ്ട് ശരീരത്തിൽ കൂടുതലാണ്, തീർച്ചയായിട്ടും ചിലപ്പോൾ അവർക്ക് പലതവണ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? അതൊരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷനെ എന്താണ് ചോദിക്കുന്ന അടയാളപ്പെടുത്തണം അല്ലേ? അതെ അതെ, ഇതൊക്കെ അടയാളപ്പെടുത്തി വെക്കുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ടൈപ്പ് ഓഫ് PD യു ആർ യൂസിങ് ആൻഡ് യുവർ മെഡിക്കൽ കണ്ടീഷൻ, 2 പോയിന്റുകളും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ എന്തൊക്കെ എക്യുപ്മെന്റ്സുകൾ ആവശ്യം വരും, അതുപോലെ ട്രീറ്റ്മെന്റിന് എത്ര സമയം എടുക്കും, ഒരു ദിവസം എത്ര ട്രീറ്റ്മെന്റുകൾ നടത്തണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഏത് ടൈപ്പ് ഓഫ് PD ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ആ ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ. ഓക്കെ, പിന്നെ normally this process takes a few hours and is required to be repeated 4 to 6 times per day. Underline cheyyada. This process takes a few hours and is required to be repeated 4 to 6 times. Underline cheythu vekka, 4 to 6 times per day. സാധാരണ ഈ ഒരു പ്രോസസ്സിന് 7 മണിക്കൂറുകൾ എടുക്കും. പക്ഷെ ഒരു ദിവസം പൊതുവെ സാധാരണ പറയുകയാണ് ഒരു ഡേയില് ഏകദേശം ഒരു 4 തൊട്ട് 6 തവണ വരെ എക്സ്ചേഞ്ചസ് നടത്താറുണ്ട്. അതായത് 4 തൊട്ട് 6 പ്രാവശ്യം വരെ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു എക്സ്ചേഞ്ച് നടത്താറുണ്ട് കേട്ടോ. നോർമൽ രീതിയിൽ അങ്ങനെയാണ്. പിന്നെ ഈ പറഞ്ഞോളം മെഡിക്കൽ കണ്ടീഷനും മറ്റുള്ള PD ടൈപ്പിനനുസരിച്ച് വ്യത്യാസങ്ങൾ അവിടെ വന്നേക്കാം. ക്ലിയർ ആയോ? ഇതോടുകൂടി നമ്മുടെ പെരിറ്റോണിയൽ ഡയാലിസിസ് അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണ്, ശരി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ആ ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലോട്ട് പോവാം. ശരിക്കും നമ്മള് ടൈപ്സ് ഓഫ് ഡയാലിസിസ് പഠിക്കുമ്പോൾ ബേസിക്കലി ശരിക്കും 2 ടൈപ്പാണ് നമ്മൾ പറയുന്നത്. അതായത് ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ABC എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, 3ാമതൊരെണ്ണം എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ CRRT ആണ് കേട്ടോ. ശരിക്കും ഇത് 3ാമത്തെ ടൈപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്നറിയോ, അതൊരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ്. 2 ടൈപ്പ് ആണല്ലോ, ഹീമോഡയാലിസിസും പെരിറ്റോണിയൽ. അത് ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ് എന്ത്, ഈ 3ാമത് പറയുന്ന CRRT കേട്ടോ. പക്ഷെ ഇത് പ്രത്യേകം അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ CRRT. ഇപ്പൊ എത്ര ഫുൾ ഫോമുകൾ നിങ്ങൾ പഠിച്ചു? AKI പഠിച്ചു അല്ലെ, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, അതുപോലെ ARF അക്യൂട്ട് റീനൽ ഫെയിലിയർ, ESKD ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഒരുപാട് വരുന്നുണ്ട്. എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്, HD ഹീമോഡയാലിസിസ്, PD പെരിറ്റോണിയൽ ഡയാലിസിസ്, CAPD, CCPD, IPD. ഓക്കെ, ഇതൊക്കെ ഓർത്തു വെക്കണം കേട്ടോ. പിന്നെ ഇപ്പൊ പഠിക്കുന്നത് CRRT, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. റീനൽ എന്ന വാക്ക് നമുക്കറിയാം കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് CRRT എന്ന് പറഞ്ഞാല്? അത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. എന്താണ് CRRT? CRRT എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇത് പക്ഷേ നമ്മൾ എങ്ങനെയുള്ള രോഗികൾക്കാണെന്നറിയോ ചെയ്യുന്നത്? ICU പേഷ്യൻസിനാണ് നമ്മൾ ചെയ്യുന്നത്, ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള പേഷ്യൻസ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രയും സിവിയർ കണ്ടീഷനിലുള്ള പേഷ്യൻസ്, ചിലപ്പോ ഒന്നിലധികം മോർ ദാൻ 1 ഓർഗൻ സിസ്റ്റംസ് ഒക്കെ തകരാറിലായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ICUവിലാണ് പരിചരിക്കുന്നത്. എന്നുവെച്ചാൽ അത്രയും സിവിയർ കണ്ടീഷൻ ഉള്ള പേഷ്യൻസിന് അവർക്കൊരു റെഗുലർ ഡയാലിസിസ് ഒരു പക്ഷെ അവരുടെ ശരീരത്തിന് ടോളറേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. അങ്ങനെയുള്ള പേഷ്യൻസിനായിട്ട് നടത്തുന്ന ഒരു ഡയാലിസിസ് ആണ് CRRT എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിന് വേറൊരു പേരും കൂടെ പറയും, ഹീമോ ഫിൽട്രേഷൻ എന്ന് കൂടെ പറയും കേട്ടോ. എന്താണ് പറയാ? ഹീമോ ഫിൽട്രേഷൻ എന്നാണ് പറയാ. ഇത് ഇതുപോലെ തന്നെയാണ്, ഹീമോ ഡയാലിസിസ് പോലെ തന്നെയാണ്. അതായത് ബ്ലഡിനെ നമ്മളൊരു മെഷീനിലൂടെ കടത്തിവിടുന്നു. ആ മെഷീനകത്ത് ഒരു പെർമിയബിൾ ആയിട്ടുള്ള ഒരു സെമി പെർമിയബിൾ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്, ദാറ്റ് മീൻസ് ഒരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററിലൂടെ ബ്ലഡ് കടത്തിവിടും. അതിനുശേഷം പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ, ഹീമോഡയാലിസിസിൽ നമ്മൾ എന്താ ചെയ്തത്? പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ അതേ മെഷീന്റെ സഹായത്തോടു കൂടി ശരീരത്തിലോട്ട് അങ്ങ് കടത്തിവിടാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം, പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ നമ്മളൊരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ
പേഷ്യന്റിന്റെ ബോഡിയിലോട്ട് കയറ്റി വിടുന്നത്. ഇതാണ് ഒരു ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. 2 പോയിന്റുകൾ നിങ്ങൾ നോക്കാം. ഒന്ന് എന്താണ്, ഇത് ICU പേഷ്യൻസിന് വേണ്ടി നമ്മൾ പ്രത്യേകം കൊടുക്കുന്ന ഒരു ഡയാലിസിസ് ആണ്. കാര്യം എന്താണ്, റെഗുലർ ഡയാലിസിസ് അവർക്ക് ടോളറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പേഷ്യൻസിന് കൊടുക്കുന്നതാണ് CRRT. ഓക്കെ. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാൻ വിട്ടുപോലെ എന്താണെന്ന് വെച്ചാൽ, ഇതൊരു 24 hour ഡയാലിസിസ് ആണ്. 24 hour ഡയാലിസിസ് ആണ്. അതായത് തുടർച്ചയായിട്ടൊരു കണ്ടിന്യൂസ് ആയിട്ട് 24 hour നമ്മൾ ചെയ്യുന്ന ഒരു ഡയാലിസിസ് ആണ്. കാര്യം അറിയാലോ, ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള പേഷ്യൻസ് ആണ്. അത്രയും സിവിയർ കണ്ടീഷൻ ഉള്ള പേഷ്യൻസ് ആണ്. അവർക്ക് എളുപ്പമൊന്നും നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ സാധിക്കില്ല. വളരെ സാവധാനത്തിൽ, വളരെ പതുക്കെ മാത്രമേ നമുക്ക് അവിടെ ഡയാലിസിസ് വളരെ സ്ലോ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു 24 hour, അതായത് ഒരു 12 തൊട്ട് 24 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഡയാലിസിസ് ആണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത് ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹീമോഫിൽട്രേഷൻ. എന്താണ് പറയാ? ഹീമോഫിൽട്രേഷൻ എന്നാണ് പറയാ. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് അറിയോ, നമ്മൾ പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് ആയിട്ട് മിക്സ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ഫ്ലൂയിഡ് ബാലൻസ്. അല്ല, പേഷ്യന്റിന്റെ ശരീരത്തിലെ ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, വളരെ സിവിയർ കണ്ടീഷനുള്ള പേഷ്യൻസ് ആണ്. നമ്മൾ ഈ ഡയാലിസിസും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഫ്ലൂയിഡ് ഇംബാലൻസും കാര്യങ്ങളൊക്കെ വരും. അതും അവരുടെ ശരീരത്തിനെ ബാധിക്കും. അപ്പൊ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവർക്ക് അഡീഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ട പേഷ്യൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഫ്ലൂയിഡ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അവരുടെ ശരീരത്തിലോട്ട് ബ്ലഡിനെ കയറ്റി വിടുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ദിസ് തെറാപ്പി ഈസ് യൂസ്ഡ് മെയിൻലി ഇൻ ദ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ ദ പീപ്പിൾ വിത്ത് സിവിയർ കിഡ്നി ഫെയിലിയർ. അതങ്ങനെ തന്നെ എടുത്ത് ചോദിക്കാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. CRRT എന്ന് പറയുന്നത് എന്താണ്? അത് ഫുൾ ഫോം പഠിച്ചു വെക്കാം. ദിസ് തെറാപ്പി ഈസ് യൂസ്ഡ് മെയിൻലി ഇൻ ദ ICU ഫോർ പീപ്പിൾ വിത്ത് സിവിയർ കിഡ്നി ഫെയിലിയർ. ഏറ്റവും സിവിയർ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ICU പേഷ്യൻസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു തെറാപ്പിയാണ് CRRT എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഹീമോഫിൽട്രേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, CRRT ഈസ് ആൾസോ നോൺ ആസ്, എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹീമോഫിൽട്രേഷൻ. ഹീൽ എന്ന വാക്ക് ബ്ലഡ് ആണ് അല്ലെ, ബ്ലഡ് എന്ന് ആണ് അർത്ഥം. അപ്പൊ ഹീമോഫിൽട്രേഷൻ എന്നും ഇത് അറിയപ്പെടുന്നു. A machine passes the blood through a tube. അതുപോലെ നമ്മൾ ട്യൂബ് വഴിയായിട്ട് ബ്ലഡിനെ നമ്മളൊരു മെഷീനിലൂടെ കടത്തി വിടുന്നു. അതിനകത്തൊരു ഫിൽറ്റർ ഉണ്ട്. ഇറ്റ് ഫിൽറ്റേഴ്സ് ആൻഡ് എലിമിനേറ്റ്സ് വേസ്റ്റ് പ്രോഡക്ട്സ് ആൻഡ് വാട്ടർ. അല്ലെ, അത് ബ്ലഡിനകത്തുള്ള വേസ്റ്റ് പ്രോഡക്റ്റ്, മറ്റ് വാട്ടർ, അങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ ഫിൽറ്റർ ചെയ്യുന്നു. The blood is returned to the body together with the replacement fluid. കണ്ടോ? എന്നിട്ട് ആ ബ്ലഡിനെ ബോഡിയിലേക്ക് തിരിച്ച് കയറ്റി വിടുന്നത് എന്തുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ്? റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ആ ബ്ലഡിനെ നമ്മൾ ബോഡിയിലോട്ട് റിട്ടേൺ ചെയ്യുന്നത്. This procedure is performed 12 to 24 hours a day, normally every day. അല്ലെ, സാധാരണ ഒരു 12 മണിക്കൂർ തൊട്ട് 24 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. എവറി ഡേ ചെയ്യുന്ന ഒരു പ്രൊസീജിയറും കൂടിയാണ് എന്ത്? CRRT എന്ന് പറയുന്നത്. ക്ലിയർ? എല്ലാ പോയിന്റുകളും മനസ്സിലായോ? ഒന്ന്, ICU പേഷ്യൻസിനാണ് കൊടുക്കുന്നത്, ഹീമോഫിൽട്രേഷൻ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇത് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡിനെ തിരിച്ച് കയറ്റി വിടുന്നത്. ഇതൊരു 12 to 24 hours കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഡയാലിസിസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ളത് കേട്ടോ. ഇതോടുകൂടി നമ്മൾ ടൈപ്സ് ഓഫ് ഡയാലിസിസ് അവിടെ കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. ഓക്കെ അല്ലേ? നമുക്ക് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ എല്ലാത്തിന്റെ പ്രത്യേകതകൾ ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ഹീമോഡയാലിസിസ് എന്താണ്? പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണ്? വാസ്കുലർ എക്സസൈസ് നമ്മൾ 3 ടൈപ്പ് പഠിച്ചു. അതിന്റെയൊക്കെ പ്രത്യേകതകൾ ഞാൻ CRRT കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. CRRT എന്താണ് സജിത്ത് ചോദിക്കുന്നത്? ഈ പോയിന്റ് എല്ലാം, അതെ, ഈ പോയിന്റുകളെല്ലാം അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. ഇതിൽ പറഞ്ഞ ഒരു പോയിന്റും കളയാനില്ല, എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം.
ഹീമോഫിൽട്രേഷൻ, ICU പേഷ്യൻസിനാണ് കൊടുക്കുന്നത്. പിന്നെ ബ്ലഡ് ഈസ് റിട്ടേൺഡ് ടു ദ ബോഡി ടുഗെദർ വിത്ത് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ്. ഓക്കെ, ആ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡിന്റെ അടിയിൽ ഒന്ന് വരയ്ക്കാം. അതുപോലെ പ്രൊസീജിയർ ഇസ് പെർഫോംഡ് 12 to 24 hours a day, 12 to 24 hours day. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതൊക്കെയാണ് CRRTയുടെ പ്രത്യേകതകൾ. അടുത്തത് പറയട്ടെ എന്നാ, നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കട്ടെ. ഓക്കെ, എക്സാമിന് എത്ര ടൈപ്പ് എന്ന് ചോദിച്ചാൽ 2 types ആണ് കേട്ടോ. 2 type ആണ്, ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും. അത് തന്നെയാണ് ആൻസർ കേട്ടോ. കാര്യം നമ്മൾ ഈ CRRT ഉണ്ടല്ലോ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡിന് വെളിയിലോട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ഹീമോ ഡയാലിസിസിൽ അങ്ങനെയല്ലേ, ബ്ലഡിന് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇതിലും അങ്ങനെ തന്നെയാണ്, ബ്ലഡ് പുറത്തേക്ക് ട്യൂബ് വഴിയായിട്ട് പുറത്തേക്ക് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ എന്താണ്, ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ് ഇത് ഹീമോഫിൽട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സെയിം മീൻസ് ഒരേ ഇത് തന്നെ, ഒരേ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തതാണ് നെക്സ്റ്റ്, നമുക്ക് ഇനിയുള്ളത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. നോക്കുക, അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് കേട്ടോ. എന്തിന്റെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ പഠിക്കുന്നത്? ഡയാലിസിസിന്റെ അഡ്വാൻറ്റേജ്. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഡയാലിസിസ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ഡയാലിസിസിന്റെ ആ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ്, അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് മീൻസ് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഡയാലിസിസ് ചെയ്യുന്നതിന് അതിൻ്റെതായ ഒരു പർപ്പസ് ഉണ്ട് അല്ലെ. ആ ഒരു ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിന്റെ ആ ഒരു ബെനിഫിറ്റ്, അതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ്, അത് നമുക്ക് മാക്സിമം എന്താണ് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പേഷ്യന്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, the following steps can help increase the effectiveness of your dialysis treatment. ഇനി പറയുന്ന കാര്യങ്ങള് ഈ പറയുന്ന ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഫലപ്രാപ്തി കുറെ കൂടെ വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഒന്നാമത്തത്, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ്സ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ്സ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. അതായത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ച് ട്രീറ്റ്മെന്റുകൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഡോക്ടർ പറയും, ഓരോ രോഗികളുടെ കണ്ടീഷൻ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ചിലപ്പോൾ ആഴ്ചയിൽ ഇത്ര തവണ ഡയാലിസിസ് ചെയ്യേണ്ട രോഗികൾ ഉണ്ടാവും, ചിലർക്ക് ഒരു കുറെ പ്രാവശ്യം ചെയ്യേണ്ട ആളുകൾ ഉണ്ടാവും, ചിലർക്ക് 1 or 2 പ്രാവശ്യം ചെയ്യേണ്ട ആളുകളുണ്ട്. അത് ഓരോരുത്തരുടെ മെഡിക്കൽ കണ്ടീഷനൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഓരോ രോഗികൾക്കും റെക്കമെൻഡ് ചെയ്യുന്ന ആ ഷെഡ്യൂൾ അനുസരിച്ച് അവർ ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. എന്നാലാണ് ആ ഒരു കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു റിസൾട്ട് അവർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. അതായത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ്സുകൾ പൂർത്തിയാക്കുക. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? അബൈഡ് കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ദ ഡയറ്റീഷ്യൻ. അതുപോലെ ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ പാലിക്കുക. അതായത് ഓരോ വ്യക്തിക്ക് റീനൽ ഡയറ്റ് ആയിരിക്കും അവർക്ക് കൊടുക്കാം. റീനൽ ഡയറ്റ് നമ്മൾ ഡയറ്ററി പഠിച്ചതാണല്ലോ. അപ്പൊ റീനൽ ഡയറ്റ് അല്ലെ, കിഡ്നി പേഷ്യൻസിനൊക്കെ ആയിട്ട് കൊടുക്കുന്ന ഡയറ്റ് ആണ്. അപ്പൊ അത് ഡയറ്റീഷ്യൻ പറയും, ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്ററി പ്ലാനിങ് നമുക്ക് തയ്യാറാക്കി കൊടുക്കും അല്ലെ ഡയറ്റീഷ്യൻ, നമുക്ക് അറിയാവുന്നതാണ്. സോ ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു ഈറ്റിംഗ് പ്ലാൻ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഈറ്റിംഗ്. അത് എന്തുകൊണ്ട് എടുത്തു പറയുന്നത്? കാരണം ഓരോ പേഷ്യൻസിന്റെ ക്ലിനിക്കൽ കണ്ടീഷൻ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ കൃത്യമായിട്ട് പാലിക്കുക. അവയുടെ മീൻസ് പാലിക്കുക കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്? ഗെറ്റ് ആസ് മച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ആസ് പോസിബിൾ ടു ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഹാർട്ട് ഹെൽത്ത് കേട്ടോ. അതോടൊപ്പം തന്നെ പേഷ്യന്റിന്റെ ആ ഒരു സ്ട്രെങ്ത് മെച്ചപ്പെടുത്താൻ, അവരുടെ ഹാർട്ടിന്റെ ഹെൽത്ത് അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികൾ പരമാവധി ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അവരുടെ തോന്നിയ രീതിയിലല്ല, ഡോക്ടർ പറയും, ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് അവരുടെ ഹാർട്ട് ഹെൽത്തും പിന്നെ അവരുടെ സ്ട്രെങ്ത്തും ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി, അത് ഡോക്ടർ പറയും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ, എക്സസൈസോ മറ്റേതെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ഡോക്ടർ സജസ്റ്റ് ചെയ്യും.
അത് കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. നാലാമത് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡയാലിസിസ് പ്രൊവൈഡർ ആൻഡ് ഫാർമസിസ്റ്റ് about any medications, supplements or herbal products you are taking or are considering starting. അതായത് ഒന്നുകിൽ നിങ്ങൾ കഴിക്കാൻ തുടങ്ങുന്നതോ കഴിക്കാൻ ആരംഭിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ എടുക്കുന്നതോ ആയിട്ടുള്ള എല്ലാ മെഡിക്കേഷൻസ്, സപ്ലിമെന്റ്സ്, മറ്റ് ഹെർബൽ പ്രോഡക്റ്റുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ആയുർവേദം അല്ലെങ്കിൽ ഔഷധം അങ്ങനെയൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും മരുന്നുകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതോ എടുക്കുന്നതോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ലാണ്ട് ഒരിക്കലും രോഗി തന്നിഷ്ടം അനുസരിച്ച് ഒരിക്കലും അത് എടുക്കരുത്. ഒരു രോഗിയെ സംബന്ധിച്ച് അവര് എന്താണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതാവാം, ചിലപ്പോൾ നിലവിൽ എടുക്കുന്നതാവാം, എടുക്കുന്ന മരുന്നുകൾ ആയിക്കോട്ടെ, മറ്റ് സപ്ലിമെന്റ്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഹെർബൽ പ്രോഡക്റ്റുകളോ ഒക്കെ അവർ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഡയാലിസിസ് പ്രൊവൈഡറിനോട് ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ലാസ്റ്റ് കാര്യം എന്താണ്? ടോക്ക് വിത്ത് ഡയാലിസിസ് ടീം about any anxiety or side effects that you may have. അതുപോലെ പേഷ്യന്റിന് ഉണ്ടായേക്കാവുന്ന എന്തെങ്കിലും ആൻസൈറ്റി അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡയാലിസിസ് മൂലം എന്തെങ്കിലും സൈഡ് ഇഫക്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഇഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡ് ഷെഡ്യൂൾ. ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത ഷെഡ്യൂൾ അനുസരിച്ച് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്ന കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ പാലിക്കുക. അതുപോലെ നിങ്ങളുടെ സ്ട്രെങ്ത്തും ഹാർട്ടിന്റെ ഹെൽത്തും ഇംപ്രൂവ് ചെയ്യുന്നതിന് കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്നതോ എടുക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയിട്ടുള്ള മെഡിക്കേഷൻസ്, സപ്ലിമെന്റ്സ്, മറ്റ് ഹെർബൽ പ്രോഡക്റ്റുകൾ ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ആൻസൈറ്റി, അതായത് രോഗികൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ആൻസൈറ്റിയോ സൈഡ് ഇഫക്റ്റിനെ പറ്റിയിട്ട് ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഇഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഇംപ്രൂവ് അല്ല ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ഇനി നമ്മൾ പഠിക്കുന്നത് ആഫ്റ്റർ ഇഫക്ട്സ് ആണ് കേട്ടോ. ആഫ്റ്റർ ഇഫക്ട്സ് അതായത് നമ്മൾ ഈ ഡയാലിസിസ് മറ്റൊക്കെ ചെയ്യുമ്പോൾ വരുന്ന ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന ചില സൈഡ് ഇഫക്റ്റുകൾ കേട്ടോ. അതിന്റെ ചില കോൺസിക്വൻസസ് ഒക്കെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അത് പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹീമോഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്റ്റും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കാം, ആഫ്റ്റർ ഇഫക്ട്സ്. Both kinds of dialysis come with a side effect. It can also be difficult to tell surely whether its symptom is because of dialysis or the kidney failure, and that is also affecting the body. Some of the most common after effect that people tell of include. About either type of dialysis ആയിക്കോട്ടെ, ഇപ്പൊ ഹീമോഡയാലിസിസ് ആയിക്കോട്ടെ, പെരിറ്റോണിയൽ ഡയാലിസിസ് ആയിക്കോട്ടെ, അതിനേതായ ചെറിയ ചില സൈഡ് ഇഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഡയാലിസിസ് മൂലം ഉണ്ടായിട്ടുള്ള ഒരു സൈഡ് ഇഫക്റ്റ് ആണോ, അത് കിഡ്നിയുടെ ഫെയിലിയർ മൂലം ഉണ്ടായിട്ടുള്ള സൈഡ് ഇഫക്റ്റ് ആണോ എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും പൊതുവെ ആളുകൾ പറയുന്ന അല്ലെങ്കിൽ ആളുകളിൽ കണ്ടുവരുന്ന സൈഡ് ഇഫക്റ്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം HDD ആണ് പറയുന്നത് കേട്ടോ. ഹീമോഡയാലിസിന്റെയാണ് ആദ്യം പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കണം. ഒന്നാമത്തത് സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ്, ബ്രാക്കറ്റിൽ എൻട്രൻസ് പോയിന്റ് അല്ലെ. നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യുമ്പോൾ എന്താ ആദ്യം ചെയ്യണം? വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോ ഈ പറയുന്ന വാസ്കുലർ ആക്സസ് സൈറ്റിൽ ഉണ്ടാകുന്ന സ്റ്റോപ്പേജ് ഓഫ് ബ്ലഡ് അഥവാ ബ്ലോക്കേജ് ഓഫ് ബ്ലഡ് എന്നൊക്കെ നമുക്ക് പറയാം. ബ്ലഡ് ക്ലോട്ട് ആവാൻ അല്ലെങ്കിൽ ബ്ലഡിൽ എന്തെങ്കിലും ബ്ലോക്ക് വരാനുള്ള ഒരു സാധ്യത, അതൊരു സൈഡ് ഇഫക്റ്റ് ആണ്. അതുപോലെ തന്നെ മസ്കുലാർ സ്പാസം. മസ്കുലാർ സ്പാസം മീൻസ് പേശി വലിവാണ് കേട്ടോ. പേശി വലിവ് അതായത് നമ്മുടെ മസിൽസ് ഒക്കെ വളരെയധികം സ്റ്റിഫായി മാറും. അതുപോലെ അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ, മസ്കുലാർ സ്പാസം. ദെൻ ഹൈപ്പോടെൻഷൻ. ഹൈപ്പോടെൻഷൻ മീൻസ് ലോ ബ്ലഡ് പ്രഷർ എന്നാണ് കേട്ടോ. ഹൈപ്പോ ലോ ബ്ലഡ് പ്രഷർ ആണ്. ഇപ്പോഴും ഏത് വാക്കിന്റെ കൂടെ ഹൈപ്പോ എന്ന് കേട്ടാൽ ലോ ലെവൽ ആണ്, ഹൈപ്പർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഹൈ ലെവൽ ആണ്. ഓക്കെ, അപ്പൊ ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ബ്ലഡ് പ്രഷർ ആണ് അല്ലെ. ബ്ലഡ് പ്രഷർ ലോ ആവാം, കുറയാം അല്ലെ.
ഓക്കെ, പിന്നെന്താണ് ഈ ബി പി കുറയാന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടമാണ്. ഓക്കെ, കാർഡിയക് അറസ്റ്റ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ വീക്ക്നെസ്, ഡിസ്നെസ് ഓർ നോസിയ. വീക്ക്നെസ്, ഡിസ്നെസ് ഓർ നോസിയ, പിന്നെ ഒരു ക്ഷീണം, തളർച്ച അനുഭവപ്പെടുന്ന, തലകറക്കം, വോമിറ്റിംഗ് ടെൻഡൻസി, ഇതൊക്കെ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. പിന്നെ ബ്ലഡ് ലോസിനുള്ള ചാൻസും കൂടുതലാണ്. കാര്യം കീമോഡയാലിസിസ് ആണ്, ബ്ലഡ് വെളിയിലേക്ക് എടുത്തിട്ടാണ് നമ്മൾ ആ പ്രോസസ് ചെയ്യുന്നത്. അവിടെ കുറച്ച് രീതിയിൽ ബ്ലഡ് ലോസ് ഉണ്ടാകാനുള്ള ഒരു ചാൻസും ഉണ്ട്. ദീസ് ആർ ദ മെയിൻ സിംറ്റംസ് ഓഫ് ഹീമോഡയാലിസിസ്. ഏതൊക്കെയാണ്? സ്റ്റോപ്പേജ് ലിവർ വാസ്കുലർ എക്സസൈസ്, മസ്കുലർ സ്പാസം, hypotension, that means low blood pressure, weakness, dizziness or nausea, then blood loss. അങ്ങനെയാണെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസിൽ കണ്ടുവരുന്ന സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ, നമ്മുടെ വയറിനകത്ത് ഈ പറയുന്ന പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്ത് ഫ്ലൂയിഡ് നിറച്ചിട്ടാണ് ആ ഒരു പ്രോസസ് നമ്മൾ ചെയ്യുന്നത്. സോ അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് പറയുന്നതാണ് ഹെർണിയ. അതാണ് ഹെർണിയ. നമ്മള് കുടലിറക്കം എന്നൊക്കെ നമ്മൾ പറയും, ഹെർണിയ അല്ലെ. അതായത് എന്താണ് ഹെർണിയ എന്ന് പറഞ്ഞാൽ? വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ ഓഫൺ പ്രസന്റിംഗ് എസ് എ ലംബ് ഓഫ് സ്വാളൻ ആം. അതാണ് ഹെർണിയ കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് നമ്മുടെ അബ്ഡോമൻ മസിൽ ഉണ്ടല്ലോ, മീൻസ് നമ്മുടെ വയറിലുള്ള ആ മസിലുകൾ അത് വളരെയധികം വീക്ക് ആവാണ്. കാര്യം ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ ആ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്താണ് ഫ്ലൂയിഡ് നിറയ്ക്കുന്നത്. അത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അബ്ഡോമൻ മസിലുകളൊക്കെ കൂടുതൽ വീക്കനാവും അല്ലെ, കൂടുതൽ അത് ഒരു വീക്കനാവുകയും അത് പിന്നീട് ഒരു ലംബ് പോലെ, ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞത് ഒരു മുഴ അല്ലെങ്കിൽ ഒരു ലംബ് പോലെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിൽ ഒരു ലംബ് അല്ലെങ്കിൽ ഒരു സ്വാളൻ പോലെ, ഒരു മുഴ പോലെ പിന്നീട് അത് എന്ത് ചെയ്യും? പ്രസന്റ് ചെയ്യും. മീൻസ് അത് വരാനായിട്ട് തുടങ്ങും. ആ ഒരു അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത് കേട്ടോ, ഹെർണിയ. ഓക്കെ, അപ്പൊ അത് പൈൽസ്, ഫിസ്റ്റുല അതല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്, അതുമായിട്ട് സാമ്യമില്ല. ഇത് വേറെ ഇത് വേറെ കേട്ടോ. ഹെർണിയ എന്ന് പറയുമ്പോൾ അബ്ഡോമൻ മസിൽ വീക്കൻ ആവുകയും അതുവഴി അത് ഒരു ലംബായിട്ട്, ദാറ്റ് മീൻസ് ഒരു മുഴയോ സ്വാലൻ പോലെ വരുന്ന ഒരു അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് മറ്റൊരു പോയിന്റ് ആണ് വെയിറ്റ് ഗെയിൻ. ശരീരഭാരം കൂടാനായിട്ട് തുടങ്ങും. വെയിറ്റ് ഗെയിൻ അല്ലെ, വെയിറ്റ് ഗെയിൻ അത് അനദർ സിംറ്റം ആണ്. അപ്പോ ഈവൻ ദോ these after effects may sound not terrifying, they should be compared to the risk that arise from continuing to live with untreated kidney failure. നമുക്ക് ഈ പറയുന്ന വേറൊന്നുമല്ല, ഈ സൈഡ് ഇഫക്ട് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നു, ഇത്രയൊക്കെ സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടോ എന്ന് തോന്നും. പക്ഷെ നമ്മൾ കിഡ്നി ഫെയിലിയർ ആയിട്ട് തന്നെ അത് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആ ഒരു റിസ്കിനേക്കാളും കുറവ് റിസ്ക് മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വരും. ഓക്കെ, മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കി. എന്താണ് ലഭിച്ചു പറഞ്ഞത്? ലാസ്റ്റ് ഒന്നുകൂടെ എന്താണ് ഏത് ലാസ്റ്റ് ആണ് പറയുന്നത്? എന്താണോ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആണോ പറയുന്നത്? അതിന്റെ സൈഡ് ഇഫക്റ്റ് ഒന്ന് ഹെർണിയ കേട്ടോ, ഹെർണിയ രണ്ടെണ്ണുള്ളൂ, ഹെർണിയയും വെയിറ്റ് ഗെയിനും കേട്ടോ. ഹെർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ. അതായത് നമ്മുടെ അബ്ഡോമൻ, നമ്മുടെ വയറിന്റെ ഭാഗത്ത് ഉള്ള മസിൽസ് ഉണ്ടല്ലോ, അത് വളരെയധികം വീക്കൻ, അതായത് ക്ഷീണിതമാവുകയും പിന്നീട് അതൊരു തൂങ്ങാൻ തുടങ്ങും. അതായത് ഒരു ലംബ് പോലെ അല്ലെങ്കിൽ ഒരു സ്വാൾ അല്ലെങ്കിൽ ഒരു നിർമ്മത പോലെ, ഇൻഫ്ലമേഷൻ ഒക്കെ പോലെ ലംബ് പോലെ അല്ലെങ്കിൽ എന്താണ് തൂങ്ങാനായിട്ട് തുടങ്ങുകയാണ്. ആ ഒരു അവസ്ഥ അബ്ഡോമൻ മസിൽസ് ഇങ്ങനെ തൂങ്ങാനായിട്ട് തുടങ്ങുന്ന ഒരു അവസ്ഥ കേട്ടോ, അതാണ് ഹെർണിയ എന്ന് പറയുന്നത്. പിന്നെ വെയിറ്റ് ഗെയിൻ, ശരീരഭാരം വർദ്ധിക്കുകയാണ്. കാര്യം ഈ ശരീരത്തിന്റെ അകത്തേക്ക് ഫ്ലൂയിഡൊക്കെ നിറച്ചിട്ടാണല്ലോ നമ്മൾ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. പതിയെ പതിയെ അത് ശരീരഭാരം കൂട്ടാനായിട്ട് കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പോ ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക്
സിംറ്റം ചോദിക്കുന്നത് സൈഡ് ഇഫക്ട് HD സൈഡ് ഇഫക്ട് ചോദിച്ചിട്ട് ചിലപ്പോൾ ഓപ്ഷൻ അതിനകത്ത് പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്ട് ആവും എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നേരെ തിരിച്ചും സംഭവിക്കുക കേട്ടോ. അപ്പൊ കറക്റ്റ് ഏതാന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കണം. TD തെറ്റാൻ യാതൊരു ചാൻസും ഇല്ല. ഹെർണിയ, വെയിറ്റ് ഗെയിൻ. ഓക്കെ, HDയിലാണ് 4 പോയിന്റുകൾ വരുന്നത് കേട്ടോ. ഡയാലിസിസ് ചെയ്യാത്ത ആൾക്കാർക്കും ഹെർണിയ വരാറുണ്ട് കേട്ടോ. ഹെർണിയ അല്ലാണ്ട് വരാറുണ്ട്. പക്ഷെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ഹെർണിയ വരാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ഓക്കെ, ഡയാലിസിസ് ചെയ്തുകൊണ്ട് മാത്രം വരുന്ന സംഭവമല്ല ഹെർണിയ. ഹെർണിയ അല്ലാതെയും വരുന്നുണ്ട്. ഹെർണിയയുടെ ഒക്കെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ആൾക്കാര്. ഓക്കെ, പല കാരണങ്ങളാവാം. പല പല കാരണങ്ങൾ കൊണ്ട് വരാലോ. ഓക്കെ, ബിന്ദുജിക്ക് ക്ലിയർ ആയില്ലേ പറഞ്ഞ കാര്യങ്ങള്? പിന്നെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഡയാലിസിസ് സെന്റർ ആണ് കേട്ടോ. ഡയാലിസിസ് സെന്റർ എന്താണ്? ഡയാലിസിസ് സെന്റർ ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ്സ് ദ പേഷ്യൻസ് വിത്ത് റീനൽ ഫെയിലിയർ. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ കേട്ടോ. റീനൽ ഫെയിലിയർ ആയിട്ടുള്ള എന്താണ് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സ്ഥാപനം. ദാറ്റ് ഈസ് കോൾഡ് ഡയാലിസിസ് സെന്റർ. അല്ലെ, ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് that treats the patients with renal failure. Renal failure ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഇത് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, സംടൈംസ് പേഷ്യൻസ് വിത്ത് നോർമൽ റീനൽ ഫങ്ഷൻസ് ആൾസോ നീഡ് ഹീമോഡയാലിസിസ് ലൈക്ക് പേഷ്യൻസ് വിത്ത് സം പോയ്സണിങ്. The dialysis center may act either or both inpatients and outpatients, relying on the medical facility type, and may provide self-dialysis training and for peritoneal dialysis decides to hemodialysis. അതായത് ഇത് പറയുന്നത് പലപ്പോഴും നോർമൽ റീനൽ ഫംഗ്ഷൻ ഉള്ള ആളുകൾക്ക്, നോർമൽ ആയിട്ട് റീനൽ ഫംഗ്ഷൻ വെച്ച് വേറെ ഇവർക്ക് തകരാറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആളുകൾക്കും ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഹീമോഡയാലിസിസ്, അതായത് ബ്ലഡ് നമുക്ക് പ്യൂരിഫൈ ചെയ്യേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. എപ്പോഴാണെന്ന് അറിയോ? പേഷ്യൻസ് വിത്ത് സം പോയ്സണിങ്. ഇപ്പൊ പേഷ്യൻസിന് ശരീരത്തിൽ എന്തെങ്കിലും പോയ്സണിങ് ആയിട്ടുള്ള എന്തെങ്കിലും ശരീരത്തിലേക്ക് ചെല്ലുകയാണ്, ബ്ലഡിൽ കലരുകയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതുപോലെ ഹീമോഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്ന ബ്ലഡ് പ്യൂരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അവർക്ക് വേറെ റീനൽ ഫെയിലിയറോ കാര്യങ്ങളോ ഒന്നുമില്ല, അതൊക്കെ നോർമൽ ആണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമുക്ക് ഇവിടെ പോക ഡയാലിസിസ് സെന്റർ ഉപയോഗപ്പെടുത്താറുണ്ട്. പിന്നെ ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്ന ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലും ട്രീറ്റ്മെന്റുകൾ കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ അഡ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ട കേസുകളാണെങ്കിൽ ആ രീതിയിലുള്ള സർവീസ് കൊടുക്കുന്നുണ്ട്. അതല്ല ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലുള്ള സേവനങ്ങളും ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന ഓരോ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പിനനുസരിച്ചും പിന്നെ അതിനെ ആശ്രയിച്ചിട്ടാണ്. അത് ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലാണ് ആ രീതിയിൽ അഡ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കും. അല്ലാത്താണെങ്കിൽ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ may provide സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ് ആൻഡ് ഫോർ പെരിറ്റോണിയൽ ഡയാലിസിസ് besides to ഹീമോഡയാലിസിസ്. അതുപോലെ തന്നെ സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്, സ്വയം ഡയാലിസിസ് ചെയ്യുന്നതിനായിട്ടുള്ള ട്രെയിനിങ്, അതായത് ഹീമോഡയാലിസിസിന് പകരമായിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് മറ്റും ചെയ്യുന്നതിനായിട്ടുള്ള ട്രെയിനിങ്ങും അവയർനെസ്സും ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എവിടെ കൊടുക്കുന്നുണ്ട്? ഡയാലിസിസ് സെന്ററിനകത്ത് കൊടുക്കുന്നുണ്ട്. എന്താണ് ഡയാലിസിസ് സെന്റർ എന്ന് നിങ്ങളോട് ചോദിക്കുള്ളൂ. ഇറ്റ് ഇസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ്സ് ദ പേഷ്യൻസ് വിത്ത് renal failure. That is called a dialysis center. Okay. ബോറടിക്കുന്നുണ്ടോ? ബോറടിച്ചു തുടങ്ങിയ എല്ലാവർക്കും? ഇല്ല, ഓക്കെ, നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് ബോറടിക്കുന്നുണ്ട്. ഞാനിങ്ങനെ റേഡിയോ പോലെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ലോ, അത് വലിയ സുഖമില്ല. ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നല്ലതായിരുന്നു. എന്റെ ബോറടി ഒന്നും ഒഴിവാക്കായിരുന്നു. ഓക്കെ, എനിക്ക് പിന്നെ വേറെ വിശേഷങ്ങൾ അങ്ങനെയൊന്നും പറയാനൊന്നും ഇല്ല അല്ലേ?
എന്ത് വിശേഷം പറയാനാണ് സാർ അല്ലെ? നമ്മള് കേട്ടിരിക്കാന്ന് അല്ലെ? അങ്ങനെയല്ലേ വിചാരിക്കണേ? ഓക്കെ. നമ്മുടെ HAയുടെ ഒക്കെ ക്ലാസ്സുകൾ അങ്ങനെയാണ്. HAHRM ക്ലാസ്സുകളൊക്കെ ഇവിടെ പോകുന്നുണ്ട്. അതൊക്കെ ഈ ഒരു രീതിയിലാണ് ഇപ്പോ. ആകെയുള്ളത് മോണ്ടിസോറി മാത്രമാണ്. മോണ്ടിസോറി ട്രെയിനിങ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചും കൂടെ ലൈവാണ്. കുറച്ചൊന്നല്ല, അവിടെ ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ്സുകളാണ്. അവിടെ എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെച്ച് അവിടെ എന്താ പറയാ, ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. അവരാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവര് സംസാരിക്കും, അവർ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ഈ രണ്ട് കോഴ്സുകൾ ഈ ഒരു രീതിയാണ്. നമ്മുടെ ക്ലാസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഓൾ മ്യൂട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കണം 1 മണിക്കൂർ. പ്രത്യേകിച്ച് ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നാറുണ്ട്. ശരി, എനിക്കതായത് ബോറടിക്കുന്നില്ലല്ലോ, അത് മതി. കാര്യം വലിയ പ്രശ്നമില്ല. അടുത്തത് പറയാം കേട്ടോ, നെക്സ്റ്റ് പറയാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ് ആണ് കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്, അതായത് നമ്മളൊരു ഡയാലിസിസ് ഏരിയയ്ക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ് എന്തൊക്കെയാന്ന് നോക്കാം, മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ദ ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. അതായത് AC പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. ഡയാലിസിസ് ഏരിയയിൽ AC പ്രൊവൈഡ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ട് AC പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് പേഷ്യൻസിന്റെ കംഫർട്ട് അല്ലെ, അതൊക്കെയാണ് പേഷ്യന്റിന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ആ ഒരു ഡയാലിസിസ് ഏരിയയിൽ ആ ഒരു ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും എന്ത് വേണം? അവിടെ AC പ്രൊവൈഡ് ചെയ്യും. പ്രത്യേകിച്ച് ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് രോഗിയിൽ ഈ പറയുന്ന പോലെ ഭയങ്കരമായ പലതരത്തിലുള്ള ഇംബാലൻസുകളൊക്കെ വരും. ഫ്ലൂയിഡ് ഇംബാലൻസുകളൊക്കെ വരാനും ഇലക്ട്രോലൈറ്റിക് ഇംബാലൻസുകളൊക്കെ വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി എന്താണ്, ബോഡിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആ ഒരു ഏരിയയിലെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ എപ്പോഴും എന്തായിരിക്കണം? ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് AC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം AC എന്ന് പറയുമ്പോൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് എയർ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൂടെ നമുക്ക് ഈ പറയുന്ന പാത്തോജൻസിനെ കുറയ്ക്കാൻ പറ്റും. അതായത് നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പാത്തോജൻസ്, രോഗാണുക്കളെയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഫിൽട്ടർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു എന്താ പറയാ, ക്ലീൻ ഒരു ഹൈജീനിക് ആയിട്ട് ക്ലീൻലിനെസ് ഹൈജീൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ AC കൊടുത്തിരിക്കണം. പിന്നെ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾക്കൊക്കെ കേടുപാടുകൾ വരാതിരിക്കാനും അതെപ്പോഴും നല്ല പ്രവർത്തനക്ഷമമായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് AC പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ AC പ്രൊവൈഡ് ചെയ്യുന്നതിൽ അങ്ങനെ പല പർപ്പസും കൂടി ഉണ്ട് കേട്ടോ. അതായത് നമുക്കുള്ള കംഫർട്ട് മാത്രമല്ല, നമ്മൾ ഈ വലിയ വലിയ മെഷീനറീസുകളൊക്കെ എക്യുപ്മെന്റ്സുകൾക്കൊക്കെ AC വേണം. എന്നാലാണ് അത് വർക്ക് മീൻസ് അതിനും കേടുപാടുകൾ വരാതെ അതിന്റെ ആ ഒരു ലൈഫ് കുറച്ചുകൂടെ എന്താണ് വർദ്ധിപ്പിക്കണമെങ്കിൽ AC ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ ഉള്ള സൗകര്യങ്ങൾ അവിടെ വേണം എന്നാണ് പറയുന്നത്. അപ്പൊ പോയിന്റ് ഇതാണ്, ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. ഡയാലിസിസ് ഏരിയയിൽ എയർ കണ്ടീഷൻ AC പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒന്ന് എന്താണ് ഈ പറയുന്ന പോലെ ടു മെയിൻറ്റെയിൻ ദ ക്ലീൻലിനെസ് ആൻഡ് ഹൈജീൻ, അതുപോലെ തന്നെ ടു റിഡ്യൂസ് ദ ഇൻഫെക്ഷൻ, പിന്നെ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഇൻ ദ റൂം അല്ലെ. അതുപോലെ തന്നെ മെഷീൻസിന്റെ ആ ഒരു പ്രൊട്ടക്ഷനും കൂടെ വേണ്ടിയിട്ട് AC അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം കേട്ടോ. നമ്മൾ പഠിക്കുന്നത് ഒരു ഡയാലിസിസ് ഏരിയയിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും, എന്തൊക്കെ ഫെസിലിറ്റികളാണ് ഇവിടെ ഉണ്ടായിരിക്കേണ്ടത്, അതാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആഡ്ക്വേറ്റ് ഏരിയ ടു പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് റിസസിറ്റേഷൻ എക്യുപ്മെന്റ് വെനെവർ നീഡഡ്. അതായത് നമ്മള് ഒരു ഡയാലിസിസ് ഏരിയയിൽ ഓരോ മെഷീനുകളും, നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഓരോ മെഷീനുകളും അതിന്റെ ഒരു ആഡിക്വേറ്റ് ഏരിയയിൽ വേണം നമ്മൾ അതിനെ പ്ലേസ് ചെയ്യാനായിട്ട്. ഓരോ മെഷീൻസിനും അതിന്റെ ആ ഒരു വലുപ്പം, അതിന്റെ ആ ഒരു മറ്റുള്ള അതിന്റെ എന്താണ്
ഭാഗങ്ങള് ഇതിനനുസരിച്ച് ഒരു പര്യാപ്തമായ ഒരു സ്ഥലത്തായിരിക്കണം അതിനെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്, ഓരോ എക്യുപ്മെന്റ് പ്ലേസ് ചെയ്യേണ്ടത്. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ടു പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ കേട്ടോ. അതായത് അവിടുത്തെ ജീവനക്കാർക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ തടസ്സം വരാൻ പാടില്ല. ഈസി ആയിട്ട് അവർക്ക് മൂവ്മെന്റിന് തടസ്സം വരാത്ത രീതിയിൽ ഈസി മൂവ്മെന്റ് പെർമിറ്റ് ചെയ്യുന്ന തരത്തില് നമ്മൾ ഓരോ മെഷീനുകൾ അവിടെ പ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പൊ റീസസിറ്റേഷൻ എക്യുപ്മെന്റ് എന്തെങ്കിലും പെട്ടെന്ന് ഒരു അർജന്റ് കേസ് ഒക്കെ വന്നാൽ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ ഒരു റീസസിറ്റേഷൻ എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യമായിട്ട് വന്നാൽ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം, പെട്ടെന്ന് അത് അവൈലബിൾ ആവണം, അല്ലെങ്കിൽ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റണം, ആക്സസിബിൾ ആയിരിക്കണം. ആ രീതിയിലായിരിക്കണം നമ്മളവിടെ ഓരോ മെഷീനുകളും പ്ലേസ് ചെയ്യേണ്ടത്. പെട്ടെന്ന് ഒരു റീസസിറ്റേഷൻ ആവശ്യമായി വന്നാൽ രോഗിക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു, പെട്ടെന്ന് ഒരു എന്താണ് റിസസിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ആ എക്യുപ്മെന്റ് ദൂരെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ലല്ലോ. പെട്ടെന്ന് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ആ റിസസിറ്റേഷൻ എക്യുപ്മെന്റ്സുകളൊക്കെ ആക്സസബിൾ ആവുന്ന രീതിയിലും എന്നാൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലും ഒരു ആഡിക്വേറ്റ് ഏരിയയിലായിരിക്കണം നമ്മൾ ഓരോ മെഷീനുകളും കൊണ്ട് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്? ദ ലേഔട്ട് മസ്റ്റ് ഹാവ് ഫെസിലിറ്റീസ് ഫോർ സേഫ് ഗാർഡിംഗ് എ പേഷ്യൻസ് പ്രൈവസി. പേഷ്യൻസ് പ്രൈവസി അതായത് ഒരു പേഷ്യന്റിന്റെ സ്വകാര്യത അത് പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മൾ അവിടുത്തെ ഫെസിലിറ്റികൾ പ്ലാൻ ചെയ്യേണ്ടത്. The layout must have facilities and for safeguarding a patient's privacy. That means ആ ഒരു ഡയാലിസിസ് ഏരിയയുടെ ആ ഒരു പ്ലാനിങ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പേഷ്യന്റിന്റെ സ്വകാര്യതയെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം അവിടെ നമ്മൾ ഫെസിലിറ്റികൾ പ്ലാൻ ചെയ്യേണ്ടത്. എന്നാൽ പേഷ്യന്റിന്റെ പ്രൈവസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. പിന്നെന്താണ്? ഐസൊലേഷൻ റൂം. ഐസൊലേഷൻ റൂം. There should be distinct areas for dialyzing patients with conditions that need isolation, practically disabled, to guarantee safety to the patients and staff in the dialysis room. And this area should have a free water supply and drainage facilities. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ്, അതായത് മറ്റുള്ള രോഗികളുമായിട്ടുള്ള സമ്പർക്കം പാടില്ലാത്ത ചില രോഗികൾ ഉണ്ടാവും. അത് ഡിസേബിളിന്റെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും അത് ആവശ്യമില്ല. ഡിസേബിൾ ആയിട്ടുള്ള ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെ അവിടെ എപ്പോഴും സജ്ജമായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്യാരണ്ടി ദ സേഫ്റ്റി ടു പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ് ഇൻ ഡയാലിസിസ് റൂം. ഡയാലിസിസ് റൂമിൽ പേഷ്യൻസിന്റെയും സ്റ്റാഫുകളുടെയും ആ ഒരു ഗ്യാരണ്ടി, അവരുടെ സേഫ്റ്റി ഗ്യാരണ്ടി അല്ല, അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഐസൊലേഷൻ ആവശ്യമായ പേഷ്യന്റിനെ പ്രത്യേകം ഡയലൈസ് ചെയ്യാനുള്ള ആ ഒരു സെപ്പറേറ്റ് സംവിധാനം അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഏരിയ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി ആ ഏരിയയുടെ പ്രത്യേകത എന്താണ്? ആ ഏരിയയിൽ എന്തൊക്കെ ഫെസിലിറ്റികൾ കൂടെ വേണം? ദിസ് ഏരിയ ഷുഡ് ഹാവ് എ ഫ്രീ വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റീസ് അല്ലെ. ആ ഏരിയയിൽ ഫ്രീ വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം, അതുപോലെ ഡ്രെയിനേജ് ഫെസിലിറ്റികളൊക്കെ ആ ഒരു ഏരിയയിൽ ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ the dialysis center shall exhibit apt signage which shall be in at least 2 languages. The dialysis center shall exhibit apt signage which shall be in at least 2 languages. അതുപോലെ നമ്മൾ ഡയാലിസിസ് സെന്ററിൽ നമ്മൾ അവിടെ ഒരു ഡയാലിസിസ് ഏരിയയിൽ പാലിക്കേണ്ടതായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കുറഞ്ഞത് 2 ഭാഷകളിലെങ്കിലും എന്ത് ചെയ്തിരിക്കണം? അവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കണം. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ റേഡിയോളജിയിൽ സ്കാൻ ചെയ്യുമ്പോൾ എക്സ്റേ എടുക്കാനൊക്കെ പോകുമ്പോൾ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, കുറെ ഡയറക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ. കാര്യങ്ങൾ അത് ഇംഗ്ലീഷിലും ഉണ്ടാവും, മലയാളത്തിലും ഉണ്ടാവും, ചിലപ്പോൾ ഹിന്ദിയിലും ഉണ്ടാവാറുണ്ട് അല്ലെ. ഓക്കെ. അപ്പം അതുപോലെ തന്നെയാണ് ഒരു ഡയാലിസിസ് സെന്ററിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വിസിറ്റേഴ്സിനും പേഷ്യൻസിനും ഒക്കെ ബാധകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് കുറഞ്ഞത് 2 ഭാഷ, ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ആയിട്ട് കുറഞ്ഞ 2 ഭാഷകളിലെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കണം? എക്സിബിറ്റ് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് ഒരു ഡയാലിസിസ് ഏരിയയിലെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റിനകത്ത് വരുന്നത്. ഒന്ന്, ഡയാലിസിസ് ഏരിയയിൽ AC പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ ഓരോ മെഷീനും അതിന്റെ പര്യാപ്തമായ സ്ഥലത്ത് സെൻട്രലായിട്ട് പ്ലേസ് ചെയ്യണം. എന്നാൽ സ്റ്റാഫുകളുടെ ഈസി ആയിട്ടുള്ള മൂവ്മെന്റ് പെർമിറ്റ് ചെയ്യുന്ന തരത്തിലും അതുപോലെ ആവശ്യമുള്ള സമയത്ത് റീസസിറ്റേഷൻ എക്യുപ്മെന്റ് ആക്സസബിൾ ആവുന്ന രീതിയിലുമായിരിക്കണം നമ്മൾ ഓരോ മെഷീനുകളും അവിടെ പ്ലേസ് ചെയ്യേണ്ടത്. അതുപോലെ പേഷ്യന്റിന്റെ പ്രൈവസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം അവിടുത്തെ ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കേണ്ടത്.
ഐസോലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് ഡയാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്റ്റിങ്ക്ട് ഏരിയ അവിടെ സജ്ജമായിരിക്കണം. അതുപോലെ അത്തരം ഏരിയയിൽ ഫ്രീ വാട്ടർ സപ്ലൈ ഡ്രെയിനേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഡയാലിസിസ് സെന്ററിൽ അനുയോജ്യമായിട്ടുള്ള ഒരു സൈനേജ് ബോർഡ് കുറഞ്ഞത് 2 ഭാഷകളിലെങ്കിലും അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ? വായിച്ചു നോക്കി, ഇത്രയും ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ഇൻഫ്രാസ്ട്രക്ചറും ഡയാലിസിസ് സെന്ററും ഇൻഫ്രാസ്ട്രക്ചറും ഒന്ന് വായിക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം, ഒരു ഡയാലിസിസ് ഏരിയയിലെ ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഓപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കാം, അതനുസരിച്ച് പഠിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാല് നമുക്ക് ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് ഒന്നല്ലല്ലോ എക്സാം, റിട്ടേൺ എക്സാം അല്ല, ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ അല്ലേ. അപ്പൊ എന്ന് പറയുമ്പോൾ ഒന്നും നമ്മളിങ്ങനെ കാണാപ്പാടൊന്നും പഠിച്ചിങ്ങനെ ഒരുപാട് എസ്സേ പോലെ എഴുതാനൊന്നും നമുക്ക് വരുന്നില്ല, ജസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മാത്രമാണ്. അപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങള് അതൊക്കെ നമുക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ഒരു തവണത്തെ എക്സാം ഇപ്പൊ ആദ്യത്തെ എക്സാം വരുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് അതൊരു അപ്പൊ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ കേട്ടോ. അതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അതുപോലെ തന്നെ. പക്ഷെ നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാം ആണ് ബുദ്ധിമുട്ട്. കാര്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ ഏരിയകളും നമ്മൾ ഒരുവിധം എല്ലാ ഏരിയകളും നമ്മൾ കവർ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ പാസ്സാവാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒക്കെ ഒരു ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ അതിന്റെ ഭാഗ്യത്തിന് ചോദ്യം വന്നാൽ അത് എഴുതി രക്ഷപ്പെടാം. പക്ഷെ ഒബ്ജക്റ്റീവ് പക്ഷെ അങ്ങനെ സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ PSCയിലും മറ്റുള്ളവരൊക്കെ ഒബ്ജക്റ്റീവ് എക്സാം വെക്കുന്നത്, അതുകൊണ്ടാണല്ലോ. നമുക്ക് എല്ലാ ഏരിയകളെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവണം, കവർ ചെയ്ത് പോകണം, എന്നാലാണ് നമുക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് പോകാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. നമ്മൾ കുറെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പഠിക്കുമ്പോൾ ലാസ്റ്റ് അവസാനം അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങള് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പല പല ഡിപ്പാർട്ട്മെന്റുകൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകത എടുത്ത് പറയുന്നുണ്ട്. കാര്യം നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ പഠിക്കുന്നത്. അപ്പോ ഡയാലിസിസ് ഏരിയയുമായിട്ട് അല്ലെങ്കിൽ ഡയാലിസിസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ, അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക. എ പേഷ്യന്റ് ആൻഡ് ഹിസ് ഓർ ഹെർ representative or relative has the following rights with regard to dialysis center. അതായത് ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യന്റിനായിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ കാണാൻ വരുന്ന അവരുടെ റിലേറ്റീവ്സ് മറ്റു വിസിറ്റേഴ്സിനൊക്കെ അവരുടേതായ ചില എന്തുണ്ട് റൈറ്റ്സ് ഉണ്ട് അല്ലെ, അവകാശങ്ങളുണ്ട്. അപ്പോ ഇത്തരം അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. മനസ്സിലായോ? അതായത് പേഷ്യൻസിനായിക്കോട്ടെ അവരുടെ റിലേറ്റീവ്സിനായിക്കോട്ടെ അവിടെ വരുന്ന വിസിറ്റേഴ്സ് ആയിക്കോട്ടെ അവർക്ക് ചില അവകാശങ്ങളുണ്ട്, റൈറ്റ്സ് ഒക്കെ ഉണ്ട്. ആ റൈറ്റ്സുകൾ അവിടെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടത്, ഇതിനൊന്നും ഒരിക്കലും ഒരു തടസ്സം വരാത്ത രീതിയിൽ അവരുടെ റൈറ്റ്സ് അവിടെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ. പ്രൊവൈഡ് ആംപിൾ ഇൻഫർമേഷൻ അബൌട്ട് the nature, cause of illness, proposed investigations and care, expected results of treatment, likely complications. അതൊരു പേഷ്യന്റിന്റെ റൈറ്റ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. അതിപ്പോ ഡയാലിസിസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ടെന്ന് മാത്രമല്ല
കോമൺ ആയിട്ട് ഒരു പേഷ്യന്റ് എന്നുള്ള രീതിയിൽ അവരുടെ റൈറ്റ് ആണ്. എന്താണെന്നറിയോ? പ്രൊവൈഡ് ആംപിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ നേച്ചർ, കോസ് ഓഫ് ഇൽനെസ്, പ്രപ്പോസൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കെയർ, എക്സ്പെക്ടഡ് റിസൾട്ട് ഓഫ് ട്രീറ്റ്മെന്റ്, ലൈക്ലി കോംപ്ലിക്കേഷൻസ്. അതായത് ഒരു രോഗിക്ക് അവരുടെ രോഗത്തെ പറ്റി അറിയാനുള്ള അവകാശമുണ്ട്. അവരുടെ രോഗം എങ്ങനെയാണ്, അതിന്റെ ആ ഒരു നേച്ചർ എന്താണ്, രോഗകാരണം എന്താണ്, അവർക്കായിട്ട് പ്രപ്പോസ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസും പരിചരണങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നിന്ന് എന്തൊക്കെ റിസൾട്ടുകളാണ് ഒരു മെഡിക്കൽ പ്രൊവൈഡർ എക്സ്പെക്ട് ചെയ്യുന്നത്, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് അതിൽ നിന്ന് വരാം, അല്ലെ? ഏതൊരു ഇതിനും അതിൻ്റെതായ ചില കോൺസിക്വൻസസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അവരുടെ രോഗത്തെ പറ്റിയുള്ള ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി മതിയായ ഒരു ഇൻഫർമേഷൻ ലഭിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. അത് കൃത്യമായിട്ട് അവർക്ക് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അത് അഡ്മിനിസ്ട്രേഷൻ ആണ്, അല്ലെ? ഇന്നിപ്പോ രോഗികളെ ഒരു എന്ത് രോഗമായിക്കോട്ടെ, ഇപ്പൊ എന്ത് ഗുരുതരമായ രോഗമാണെങ്കിൽ കൂടി നമ്മുടെ തന്റെ രോഗത്തെ പറ്റി അറിയാനുള്ള അവകാശം ഏതൊരു പേഷ്യന്റിനും ഉണ്ട്. അതിനെ പറ്റി വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കും ഉണ്ട്, ഈ പറയുന്ന മെഡിക്കൽ പ്രൊവൈഡേഴ്സിനും ഉണ്ട്. ഓക്കെ, അത് ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ഇവിടെ വരെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. കുറച്ചുകൂടി ഉള്ളൂ, കുറച്ചുകൂടി ഉള്ളൂ കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി, ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി, അതോടുകൂടി നമ്മുടെ ആ ചാപ്റ്റർ അവിടെ അവസാനിക്കും കേട്ടോ. ക്ലാസ് എന്നാ വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ? ഓക്കെ, വായിക്കാം കേട്ടോ. ഇത്രയും വരെ കാര്യങ്ങളൊക്കെ വായിക്കാം, എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, പഠിച്ചു വെക്കും. ശരിയാണ്, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്താണ് മെയിൻ എക്സാം? 4 ടെസ്റ്റ് കൂടി ഒരുമിച്ചായിരിക്കും എക്സാം? അല്ല, മെയിൻ എക്സാം അങ്ങനെയാണ്. മെയിൻ എക്സാം സെപ്പറേറ്റ് ആയിട്ടാണ്. പേപ്പർ 1, പേപ്പർ 2, 3, 4 അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ എക്സാം നടക്കുന്നത്. പേപ്പർ 1 എന്ന് പറയുമ്പോൾ മൊഡ്യൂൾ 1 ചാപ്റ്റേഴ്സ്, അതുപോലെ 2 എന്ന് പറയുമ്പോൾ മൊഡ്യൂൾ 2, 3 അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് മെയിൻ എക്സാം നടക്കുന്നത് കേട്ടോ. അതേസമയം നിങ്ങൾക്ക് മൊഡ്യൂൾ എക്സാം വരും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരുമിച്ചാണ്. 1ഉം 2ഉം മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് മൊഡ്യൂൾ എക്സാം വരിക കേട്ടോ. മെയിൻ എക്സാം പക്ഷെ അങ്ങനെയല്ല, സെപ്പറേറ്റ് ആയിട്ടാണ്. ശരി കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.